ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കൊടൈക്കനാൽ വരെ പോയിട്ട് വരാം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ്. വീഡിയോയുടെ ഡ്യൂറേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫുൾ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലം പോലും മറന്നുപോയിട്ടില്ല, ഒരു സംഭവം പോലും മറന്നുപോയിട്ടില്ല. നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്നത് വരെ എല്ലാവരും കാണണേ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ മൂന്നാർ പോയത് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാൻ. കാണാത്തവർ ആ വീഡിയോ കൂടി പോയി കണ്ടിട്ട് വരണേ. കയറി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോൾ പമ്പിൽ ഒന്ന് നിർത്തിയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ വണ്ടി നോൺ സ്റ്റോപ്പ് ആയിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പ് ഇവിടെ. തിരിയാനും ബിരിയാനും ഭയങ്കര തണുപ്പ്. എണീറ്റാലേ ഒരു അപ്പോൾ ഇവിടെ പുറത്തൊരു വാട്ടർ. ഹായ് ഗൈസ്, ഞാൻ ചത്തില്ല, ഉണ്ട് തണുപ്പ്. എൻ്റെ ജാക്കറ്റ് ബാഗിലാണ്, എടുക്കാൻ വയ്യ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ റീച്ചായി കേട്ടോ. റീച്ചായി നേരെ എല്ലാവർക്കും ഓരോ റൂമൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മൾ നാല് പേരുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവർക്കും കൂടി ഫ്രഷ് ആവാൻ വേണ്ടി ടൈം വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് വേറെ റൂം കിട്ടി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ റൂം അടിപൊളിയായിരുന്നു. ആ റൂമാണിത് കേട്ടോ. അതിലുള്ള വ്യൂ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. നല്ല കിടിലം വ്യൂ ആയിരുന്നു. നമ്മൾ കുറച്ച് സമയം ആദ്യമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് വെച്ചാൽ അടുക്കാൻ കിടിലം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഭയങ്കര ചൂടുള്ള ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും സ്വർഗ്ഗ റൂമാണ് കേട്ടോ. കുഞ്ഞ റൂമാണ്, നല്ല രസമുള്ള റൂമാണ്. ഫ്രഷ് ആവാൻ പോകണം. കഴിഞ്ഞ തവണ പോയതിന് ഇത്തവണ പോയതായിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഫുൾ ചാർട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഏതൊക്കെ പ്ലേസാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര ടൈം എടുക്കും, എന്തൊക്കെയാണ് ഫുഡ്, എന്നെല്ലാം കംപ്ലീറ്റ് ചാർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത്തവണ ഫുൾ സർപ്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത്. പ്ലേസ് അറിയാമായിരുന്നു, കൊടൈക്കനാലാണ് പോകുന്നതെന്ന് അറിയാമായിരുന്നു. ബട്ട് എന്താണ്, എവിടെയൊക്കെ പോകുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തൊക്കെയാണെന്നും ഒന്നും ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഗൂഗിൾ പോലും ചെയ്തില്ല അവിടെ എന്തൊക്കെ സ്പെഷ്യൽ. ഞാൻ പണ്ട് കുഞ്ഞിലേ എന്തോ പോയിട്ടുണ്ട് കൊടൈക്കനാൽ, അല്ലാണ്ട് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ ഫുൾ സർപ്രൈസ് ആയിരുന്നു അവിടെ ചെന്നിട്ട്. ഇവരൊക്കെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാണ് കേട്ടോ. ഞാൻ എങ്ങനെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തീർക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി പോകാൻ വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടിയില്ല. എവിടെയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേറെ പ്ലേസ് പോകണമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആ റൂമിൽ വേറെ റൂം വേക്കൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ചെന്നിട്ട് ആ റൂം കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് ഉള്ള റൂം ഇതാണ്. അത്യാവശ്യം നല്ല റൂമാണ്. ബാൽക്കണിയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ താഴ്ന്ന് ഇറങ്ങുന്നില്ല. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ. ബാൽക്കണിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പിന്നെ വേഗം റെഡി ആയി ഇറങ്ങണം എന്നുള്ളത് ബാൽക്കണി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്യാവശ്യം വലിയ ബാൽക്കണി തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും റെഡി ആവാമെന്ന് വിചാരിച്ചു. പിന്നെ കാണാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് എടുത്തില്ല ഗായ്സ്. ഒരു ചെറിയ ട്രാൻസിഷൻ. ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റാണ്. അടുത്തതായി നിങ്ങളുടെ മുന്നിലൊരു ഫിറ്റ് ചെക്കാണ്. ഇന്ദ്രതക്കം സമ്മേളനം ഇതുവരെ വന്നില്ല. ഞങ്ങൾ എന്തായാലും കഴിക്കാൻ വിചാരിച്ചു. ഞാൻ ഇഡലി എടുത്ത് ബ്രെഡും എടുത്തു. ഗായ്സ്, രാവിലെ മുതലേ ഫുഡിനേക്കാളും എന്നെ അഴട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു പ്രശ്നമാണ് ചായ കിട്ടാതാവുമ്പോൾ എന്ന ഡിപ്രഷനിലായിരുന്നു ഞാൻ. ഒടുവിൽ എനിക്ക് ചായ കിട്ടിയപ്പോൾ എൻ്റെ ഫേസിൽ വന്ന എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചായ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ചായ ഞാൻ തമ്മിലൊരു അഗാധ ബന്ധമാണ് ഗായ്സ്. എനിക്ക് ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു പുറത്ത് ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നത്. വിവിധ തരത്തിലുള്ള വീടുകളും റിസോർട്ടുകളുമായിരുന്നു ഇരുവശത്തെ കാഴ്ചകൾ. ആദ്യം തന്നെ നമ്മൾ എത്തിച്ചേർന്നത് സൂയിസൈഡ് പോയിന്റിലാണ്. അവിടേക്ക് കയറി ചെല്ലാൻ നേരം കമ്പോളങ്ങളാണ് ഇരുവശത്തും. സഞ്ചാരം എങ്ങനെയുണ്ട്? നമുക്കതൊന്നും സെറ്റാവില്ല. അപ്പം 2 സൈഡും നിറച്ച് കടകളായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 2 കീച്ചനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ സൂയിസൈഡ് പോയിന്റിലോട്ടാണ് കണ്ടത്. അപ്പോൾ കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ബെഡ് പോലെ ആയിരുന്നു, ക്ലൗഡ് ഫുള്ളും ഇങ്ങനെ മൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യൂ ഒക്കെ നിങ്ങൾ തന്നെ കണ്ടോ. നമ്മൾ സൂയിസൈഡ് പോയിന്റ് കാണാൻ വന്നതാണ്.
കണ്ടു. ഇനി നെക്സ്റ്റ് സൈറ്റിലോട്ട് നമുക്ക് പോകാം. ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ട് ആവുന്ന ഒരാളെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. എന്താണോ എന്തോ ആലോചിച്ചിരിക്കുന്നത്. സൂസൈഡ് പോയിന്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേട്ടോ. അത് ആ കാണുന്ന റോക്കില്ലേ, ഈ കാണുന്ന റോക്ക് മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. നമ്മുടെ ഗൈഡാണ് വന്ന് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. അപ്പം നമ്മളൊരു പാലത്തിൽ കൂടെ ഇവിടെ ഭയങ്കര ആളാണ്. ആസ് ആൻ ഇൻട്രോവേർട്ട് വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡ് തിങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നത് മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള റോക്ക് കാണാനാണ് പറഞ്ഞത്. പക്ഷെ ആ റോക്ക് നമ്മൾ കണ്ടില്ല. അവിടെ കുറേ റോക്കുണ്ട്, അതിലേതാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പൈനാപ്പിൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്നും കഴിച്ചില്ല, വെറുതെ കഴിച്ച്. എൻ്റെ വയർ ഭയങ്കര സെൻസിറ്റീവാണ്, അതുകൊണ്ട് അതൊന്നും കഴിച്ച് പണി വാങ്ങാൻ എനിക്ക് വയ്യ. നെക്സ്റ്റ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഗായ്സ്, ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന പ്ലേസാണത്. ഗുണ കേവിലാണ് ഗായ്സ് എത്തിയിരിക്കുന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ ഗുണ കേവിലെത്തി. പോയിട്ട് മനസ്സിലാക്കാം. കറക്റ്റ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഗായ്സ്, സ്ഥലത്തിനോ അവിടെ നിൽക്കുന്ന മനുഷ്യർക്കോ അല്ല, മെയിൻ ക്യാരക്ടർ ഇവിടെ കുരങ്ങന്മാരാണ്. എൻ്റെ അമ്മു കിടില സാധനങ്ങളായിട്ടാ, പല സൈസിൽ കുഞ്ഞി കുരങ്ങനെ മുതൽ ഏറ്റവും വലിയൊരു അപ്പൂപ്പനായിട്ടുള്ള കുരങ്ങനെ വരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ട് ഇത് കണ്ട, ഇത് കുഞ്ഞു കുരങ്ങനാണ്, അവിടെ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞാണ്. ഇവർ കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആണ് കേട്ടോ. അവിടെ ആൾക്കാരുടെ പേഴ്സ്, ഷോള്, മൊബൈൽ ഫോൺ, അങ്ങനെ എല്ലാ സാധനങ്ങളും മുകളിൽ ഇങ്ങനെ കൊണ്ട് തൂക്കിയിടും അവർ. പിന്നെ കുട്ടികളുടെ ഇരിക്കുന്ന സ്നാക്സ്, വാട്ടർ ബോട്ടിൽ വരെ ഇവർ. ഹായ്, ഹലോ. ഗുണ കേവ് കണ്ടിട്ട് ഇറങ്ങി. അടുത്ത് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, പറയുമ്പം നമുക്ക് നോക്കാം. ഇതെന്തൊക്കെ ഇവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. മറ്റേ ഉപ്പ്, മാങ്ങ, ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ പിന്നെ കൂടുതലും ഇങ്ങോട്ട് നമ്മൾ വന്ന ബസ്സുകൾ അലൗഡ് അല്ല. ഇവരുടെ ബസ്സുകളുണ്ട്, കുഞ്ഞു ബസ്സുകൾ എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ടെമ്പോ പോലത്തേക്ക് ബസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ബസ്സുകൾ ഇങ്ങോട്ട് കടത്തി വിടും. നമ്മൾ വന്ന വലിയ ബസ്സൊന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല. അപ്പം അവരുടെ ബസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളെ ബസ്സിനെ പാപ്പാത്തി. അപ്പം നമ്മൾ പാത്തിങ്ങിന് അങ്ങോട്ട് പോകും. നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. എന്താണ് നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റിലാക്സ് ചെയ്യാൻ വെറുതെ പൈൻ ഫോറസ്റ്റ് ആണ്, നടക്കാൻ ഇരിക്കാം. അതുകൊണ്ട് എൻ്റെ ഫോൺ ചാർജ് കഥം. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ, ഭയങ്കര ഇതായിപ്പോയി. ചാർജില്ല ഫോൺ. ഞാൻ പറയണ കേൾക്കാം. ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണൂലായിരിക്കും. അപ്പോൾ ഇനി റൂമിൽ ചെന്ന് ചാർജ് ഇട്ടാലേ അടുത്ത് പറ്റും. ഓക്കെ, ബൈ ബൈ. ജസ്റ്റ് ഇവിടുത്തെ വ്യൂ കൂടി കാണിച്ചു തരാം. ഇതും കൂടി പറ്റും. ഞാൻ ചേട്ടൻ്റെ ഫോണിലെടുക്കാം. ഓക്കെ, ഇതാണ് വ്യൂ ഗായ്സ്. പോയതിൽ വെച്ചിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടായിരുന്നു കേട്ടോ ഇത്. ഇവിടെ അത്രയും വലിയ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കിട്ടും. ഞാൻ വിചാരിച്ചതേ ഇല്ല, എന്ത് അടിപൊളിയാണെന്നറിയോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എത്ര ടൈം വേണം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണത്. ഭയങ്കര കാമാണ്. ആകെപ്പാടുള്ളൊരു പ്രശ്നം മങ്കി വരും. അതിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. ഈ ചോളം തന്നെ പകുതി അതിനാണ് കൊടുത്തത്. നമ്മളെ പിറകേ നടന്നിങ്ങനെ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കേസ് ഞാൻ അറിയാതെ പോയത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തന്നെ ആ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ അതിന്. ഹായ് ഗൈസ്, ഇവിടെ ആണെങ്കിൽ സംഭവം നല്ല കാറ്റുണ്ട്, നല്ല സൈലൻ്റ് ആണ്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. വെറുതെ ഇങ്ങനെ ചുമ്മാതിരിക്കാൻ നല്ല രസമുണ്ട്. ലൈറ്റ് വെയിലടിച്ചിട്ടുണ്ട്, പക്ഷെ ചൂടെടുക്കുന്ന വെയിലല്ല. ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു. സെറ്റ് ക്ലൈമറ്റ് കേട്ടോ. പോയി നോക്ക് കറക്റ്റ് സമയത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കേട്ടോ. ചാർജ് ഇട്ടൊക്കെയായിരുന്നു ഫോണ്. ഇപ്പോഴും 30+ ഉള്ളൂ. ഫുഡ് കഴിച്ചു, ബിരിയാണി കഴിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല വെയിൽ കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാം. ഹലോ, ഫൈനലി നമ്മൾ ലാസ്റ്റ്
എൻ്റെ മുഖം ഡള്ളായിരിക്കും. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വന്നേക്കാണ്. ലാസ്റ്റാണിത്. ഇത് ലേക്കാണ്. ലേക്കിൽ ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പാർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ്. എത്തിയതേ ഉള്ളൂ. എൻ്റെ ഫോണ് വലിയ ചാർജൊന്നുമില്ല. ഓക്കെ, അപ്പം പിന്നെ കാണാം. പണ്ടൊക്കെ റോഡിൽ കൂടി ക്യാമറ കൊണ്ട് നടക്കുമ്പോഴേ പണ്ട് ഞാൻ സെൽഫി തന്നെ ഇങ്ങനെ എടുക്കുമായിരുന്നു. ബിക്കോസ് നമ്മളെ നാടല്ലല്ലോ, ആരെയോ ഉള്ളൊറ്റ മെഷീനിക്കാണല്ലോ. നമ്മളെ കൂടെ വന്നവരെ പോലെ എനിക്ക് നേരെ അറിഞ്ഞൂടാ. പിന്നെ நாங்கள் எங்கே வந்திருக்கோம், போட்டிங்கில் வந்திருக்கோம். யாருக்கு நம்ம சேட்டை ஃபுல் கான்ஃபிடன்ஸ் நிற்கிறேன். പെട്ടെന്നുള്ളൊരു ഡിസിഷനിലാണ് കേട്ടോ ബോട്ടിങ് വരാമെന്ന് വിചാരിച്ചത്. നമ്മളും പിന്നെ ചേച്ചിയുടെ ഫാമിലി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ ബോട്ടിങ്ങിന് പോയത്. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ബോട്ടിങ്ങിന് പോകുന്നതിന്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ പോയ ടൈം എന്ന് പറയുമ്പോൾ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു തണുത്ത കാറ്റും ആ വാട്ടറിൻ്റെ സൗണ്ടും ഈ അണ്ണനെ കൊണ്ട് തോറ്റ അണ്ണന് ആദ്യം ഞങ്ങൾ ചേച്ചി ഞങ്ങളെ മാത്രം പറഞ്ഞു വിടും. എന്നിട്ട് ഞാൻ ചേച്ചി ആരെങ്കിലും കൂടെ വരും. അപ്പോൾ പറഞ്ഞ് ഗാർഡ് ഇറക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ കൂടെ വന്നത് കേട്ടോ. ചേട്ടൻ നല്ലൊരു മാമനാണ്. അപ്പോൾ അതൊക്കെ നല്ല ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്ന് കുറേ ഷോപ്പിങ്ങിന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ചോക്ലേറ്റ്, കോഫി പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. ലാസ്റ്റ് വിശന്ന് വെള്ളം ദാഹിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ വലിയ ഫുഡിൻ്റെ സ്പോട്ടില്ല. ചോക്ലേറ്റിൻ്റെ ഷോപ്സ് അങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ ഷോപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒന്നും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റേ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് വാങ്ങി. പിന്നെ ഡ്രിങ്ക്സ് എന്തോ വാങ്ങി. അതും കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നപ്പോഴത്തേക്ക് നമ്മൾ പോകാനുള്ള ടൈം ആയില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് സ്പോട്ട് വന്നിട്ട് DJ ആയിരുന്നു കേട്ടോ. അപ്പോൾ DJക്ക് അവിടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം DJ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് നല്ല മഞ്ഞ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തണുപ്പായി പോയിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഫുൾ മൂടി. ഭയങ്കര തണുപ്പായിരുന്നു, എക്സ്ട്രീം തണുപ്പായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഫയറൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഒന്ന് നോർമലായത്. അപ്പോഴേക്കും ടൈം ഒരു 6:30, 7 ഒക്കെ ആയതേ ഉള്ളൂ. എങ്കിലും അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നൈറ്റ് നമ്മൾ നമുക്ക് ഫുഡെല്ലാം സെയിം പ്ലേസ് വന്നിട്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെയാണ് ഫുഡ്. മോർണിംഗ് ആയിരുന്നാലും ആഫ്റ്റർനൂൺ ആയിരുന്നാലും എല്ലാം അവിടെ തന്നെയായിരുന്നു ഫുഡ്. അപ്പോൾ നൈറ്റ് വന്നിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി, ചിക്കൻ, പിന്നെ ഗീ റൈസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിവേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് പോയിട്ട് കാണാം കേട്ടോ. സുഖമായിട്ട് കിടന്നുറങ്ങുക. 6 മണിയാകുമ്പോൾ വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതായിരിക്കും എൻഡിങ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ.